നമസ്തേ. നല്ലൊരു നമസ്കാരത്തോടു കൂടി തന്നെ തുടങ്ങാം. ഈ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ ദർശിച്ചു കാണുമല്ലോ. മഹാരാജ ദശരഥൻ നാടു നീങ്ങി, പുത്രന്മാർ 4 പേരും അരികിലില്ലായിരുന്നു. എന്തിനാ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത് എന്ന് ഇതിനോടകം തന്നെ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുവാനോ അറിയുവാനോ ശ്രമിക്കാത്ത മറ്റൊരു രീതിയിലാണ് രാമായണത്തിലെ ഈ സന്ദർഭത്തെ നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത്. ദശരഥന് സംഭവിച്ച ഇത്തരം നമ്മളിൽ പലർക്കും പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ പരിചിത വലയത്തിലുള്ള പലർക്കും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല മരണങ്ങളും മരണവാർത്തകളും ശ്രവിക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിലെത്തുന്നതാണ്, സന്തതികളൊന്നും അരികിലേയും കാണില്ല. വിദൂര സ്ഥലങ്ങളിലോ അന്യരാജ്യങ്ങളിലോ ഒക്കെ ആയിരിക്കും ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത്. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മരണവാർത്ത അറിയുമ്പോഴായിരിക്കും അവർ അവിടേക്ക് എത്തുന്നത്. എപ്രകാരമാണോ ഭരതനും ശത്രുഘ്നനും തങ്ങളുടെ പിതാവിൻ്റെ മരണവാർത്തയെ അറിഞ്ഞ് കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തി അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതും, സാങ്കേതിക കാരണങ്ങളാൽ പ്രഥമപുത്രനായ ശ്രീരാമചന്ദ്രന് ഏതൊരു പുത്രനിലാണോ ഏറ്റവും കൂടുതൽ ദശരഥൻ വെച്ച് പുലർത്തിയ ആ പുത്രനും ഇളയപുത്രനായ ലക്ഷ്മണനും പിതാവിൻ്റെ ഭൗതിക ദേഹം കാണുവാൻ പോലും കഴിഞ്ഞില്ല. ഇത്തരം നമ്മുടെ പല സമീപവാസികൾക്കും നമ്മുടെ പല പരിചിതരായിട്ടുള്ള വ്യക്തികൾക്ക് സംഭവിക്കുന്ന തലമല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയാണ് ഇന്ന് വരെ നമ്മൾ ചിന്തിക്കാത്ത തലത്തിൽ രാമായണത്തിൻ്റെ ആ അഗാധമായ ഗർത്തങ്ങളെ ഒന്ന് കാണുവാൻ ശ്രമിക്കുവാനുള്ള ഒരു എളിയ പ്രവർത്തനമെങ്കിലും നടത്തേണ്ടത്. അതിലേക്കുള്ള ഒരു ചെറിയ പ്രയാണമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ പരിചിതരായിട്ടുള്ള പല ഭവനങ്ങളിലുമുള്ളവർ സാമ്പത്തികമായി വളരെ ഉന്നതിയിലായിരിക്കും. കോടിക്കണക്കിന് ഒരുപാട് FD അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ബാലൻസ് അവരുടെ പേരിലുണ്ടായിരിക്കും ബാങ്കിൽ. വസ്തുവകകൾ, ബഹുനില കെട്ടിടങ്ങൾ, എടുക്കാൻ പൊങ്ങാത്തത്ര രീതിയിൽ സ്വത്ത് സമ്പത്തും ആശ്രിത സംഘവും ഒക്കെ ഉണ്ടെങ്കിലും ഏതൊരു സന്തതികൾക്ക് വേണ്ടിയിട്ടാണോ പെടാപ്പാടുപെട്ടവരെ പോറ്റി വളർത്തിയത്, ഉത്തമമായ തലത്തിലേക്ക് എത്തിച്ചത്, അത്തരത്തിലുള്ള സന്തതികളുടെ സാന്നിധ്യമില്ലാതെ മരണത്തെ പ്രാപിക്കേണ്ടി വരുന്ന അനേകം പരിചിത മുഖങ്ങൾ നമ്മുടെ ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. ശരിക്കും സന്തതികൾ മാസാമാസം അയച്ചു കൊടുക്കുന്ന പൈസ മാത്രമായിരുന്നോ വൃദ്ധരായ ഈ മാതാവും പിതാവും പ്രതീക്ഷിച്ചിരുന്നത്? താങ്ങായി തണലായി സാന്ത്വനമായി അന്ത്യകാലത്ത് എൻ്റെ അരികിലിരുന്ന് ഒരിറ്റ് വെള്ളം തരുവാൻ, എന്തിന് സാന്ത്വനകരമായ ഒരു വാക്കുപോലും പറയാൻ എൻ്റെ പുത്ര നീ അരികിലില്ലല്ലോ എന്ന് തൻ്റെ പ്രഥമപുത്രനായ ശ്രീരാമചന്ദ്രനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദശരഥൻ വിലപിക്കുന്നത് പോലെ വിലപിക്കുന്ന അനേകം പിതാക്കന്മാർ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്, മാതാക്കളുമുണ്ട്. ഇവിടെയാണ് നമ്മളും ദശരഥനുമായി എന്താണ് ബന്ധം? ആരായിരുന്നു ദശരഥൻ? എവർക്കും അറിയാം, എങ്കിലും ഒന്നുകൂടി സൂചിപ്പിക്കാം. അയോധ്യയിലെ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത സർവ ഐശ്വര്യപ്രദമായ മഹാരാജ്യത്തിൻ്റെ അധിപൻ, ഭരണാധിപൻ രാജാ ദശരഥൻ എന്നത് ജനങ്ങൾക്ക് ഈശ്വരനേക്കാൾ വലിയ ഒരു തലമായിരുന്നു. അപ്പോൾ തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണത്രേ ദശരഥൻ പ്രജകളെ പരിപാലിച്ചത്. ഇനിയും പ്രജകളെ മാത്രമല്ല, ദേവന്മാർക്ക് പോലും ഒരു സഹായം അത്യന്താപേക്ഷിതമായി വന്നപ്പോൾ അവരാരുടെ സഹായമായി തേടിയേ? ഈ ദശരഥൻ്റെയാണ്. അപ്പോൾ അത്ര കേമനാണ് ആൾ. ഇനിയോ ആരായിരുന്നു അഡ്വൈസർ ഇദ്ദേഹത്തിൻ്റെ, ദശരഥൻ്റെ? ലോകം മുഴുവൻ ആദരിക്കുന്നതും, എന്തിന് പരമേശ്വരൻ പോലും താനൊരു യാഗം അല്ലെങ്കിൽ ഹോമകർമാദികൾ നടത്താൻ തീരുമാനിച്ചാൽ അതിൽ പ്രധാന പുരോഹിതനായി അവരോധിക്കുന്ന വസിഷ്ഠ മഹർഷിയായിരുന്നു അയോധ്യയുടെ കുലഗുരു. നോക്കൂ, അപ്പോൾ ഒരു തെറ്റുകളും വരില്ല. കാരണം കൃത്യമായ നിർദ്ദേശമായിരിക്കുമല്ലോ ഗുരു തൻ്റെ ശിഷ്യന് പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണപാഠവും ധർമ്മബോധവും എല്ലാം ദശരഥൻ ലാഭവോളം ഉണ്ടായിരുന്നു. ഇനിയും സർവ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് പരിപൂർണമായ പിന്തുണ കൊടുത്തുകൊണ്ട് രാജാവിനോടൊപ്പം വർത്തിച്ച അനേകം സജീവന്മാർ. ഇനിയും കുടുംബജീവിതത്തിലേക്ക് കടന്നാലോ, സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായ ഒന്നല്ല 3 പത്നിമാർ. സാധാരണ ഒരാളെ കൂടാതെ മറ്റൊരാൾ ജ്യേഷ്ഠ അനുജന്മാരുടെ ഭാര്യമാരായി വന്നാൽ പോലും കുടുംബകലകം എപ്പോൾ അണപൊട്ടി ഒഴി എന്ന് ചോദിച്ചാൽ മതി. അതിന് അപവാദമായ ചില കുടുംബങ്ങളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. എങ്കിലും ചില ഭവനങ്ങളിൽ അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ ഒരു രാജാവിൻ്റെ തന്നെ 3 പത്നിമാർ. സൗന്ദര്യത്തിൽ ആരും മോശക്കാരല്ല. കൗസല്യാമ്മയാകട്ടെ, കൈകേയി അമ്മയാകട്ടെ, സുമിത്രാത്മ അമ്മയാകട്ടെ, ആരായാലും മോശക്കാരല്ല. എങ്കിലും അവർ തമ്മിൽ യാതൊരുവിധ ഈഗോയും ഇല്ല, ക്ലാഷും ഇല്ല, ഒരു പരാതിയും പരിഭവവും സ്പർദ്ധയുടെ കണിക പോലും ഇല്ലായിരുന്നു എന്നാണ് രാമായണം പറയുന്നത്. നാരായണന്റെ ധർമ്മപത്നിമാരായിരുന്ന സരസ്വതിയും ഗംഗയ്ക്കും ലക്ഷ്മിക്കും പോലും ഇടയ്ക്കിടയ്ക്ക് അല്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ അതുപോലുമില്ല. ജനങ്ങളിൽ പലപ്പോഴും അത് അത്ഭുതത്തെ പോലും സൃഷ്ടിച്ചു. അത്ര ഐക്യത്തോടു കൂടിയായിരുന്നു
തൻ്റെ പത്നിമാരെ ദശരഥൻ പരിപാലിച്ചതും പത്നിമാർ ദശരഥനെ ശുശ്രൂഷിച്ചതും. നോക്കൂ, എത്ര മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നെയോ, മഹാരാജാവിനെ ചക്രവർത്തിയെ അംഗീകരിച്ചുകൊണ്ട് അനേകം സാമന്ത രാജാക്കന്മാർ, ചെറിയ ചെറിയ രാജ്യങ്ങളുടെ ഭരണാധിപന്മാർ നിരന്തരം അദ്ദേഹത്തെ ആദരിച്ച് ബഹുമാനിച്ച് കപ്പവും കാഴ്ചകളുമൊക്കെ സമർപ്പിച്ച് വളരെ ഭയഭക്തിയോടും ആദരവോടും കൂടി അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. 3 പത്നിമാരിലൂടെയും 4 ഉത്തമന്മാരായ പുത്രന്മാരെയാണ് ദശരഥ മഹാരാജാവിന് സന്തതികളായി ലഭിച്ചത്. വീരശൂര പരാക്രമിയും എന്തിനും ഏതിനും ക്ഷേമുഷമുള്ളവനായ ധർമ്മബോധത്തിന്റെ മൂർത്തിമദ്ഭാവമായ പ്രഥമപുത്രൻ ശ്രീരാമചന്ദ്രൻ. പിന്നീടോ 2ാമത്തെ പുത്രനായിട്ടെത്തുന്നു ഭരതൻ. എത്ര കേമനാണ്! ധാർമ്മിക ബോധത്തിന്റെയും ഭരണപാടവത്തിന്റെയും മൂർത്തിമദ്ഭാവമാണ് ഭരതൻ. പിന്നീട് ശത്രുഘ്നൻ, അതോടൊപ്പം ലക്ഷ്മണൻ. ഒന്നിനൊന്ന് മിടുക്കന്മാരായ 4 പുത്രന്മാർ. 4 പുത്രന്മാർക്കും 3 അമ്മമാർ. എൻ്റെ മകൻ, നിന്റെ മകൻ, അവരുടെ മകൻ എന്ന വേറൊന്നും അവർ തമ്മിലില്ലായിരുന്നത്രേ. ഏവരും പരസ്പരം എൻ്റെ മകനാണിവൻ, എൻ്റെ മകനാണിവൻ, എൻ്റെ മകനാണിവൻ എന്ന് സ്നേഹിച്ച് ആദരിച്ച് സംരക്ഷിച്ചു പോന്നു വന്നിരുന്നു അവരുടെ പുത്രന്മാരെ. രാജാവിന് അത് വളരെയേറെ സമാധാനത്തെയും സന്തോഷത്തെയും പ്രദാനവും ചെയ്തു എന്ന് മാത്രമല്ല, പ്രജകൾക്ക് മുഴുവൻ അത് ആനന്ദത്തിന് കാരണമായി തീരുകയും ചെയ്തു. ഇനിയും സാധാരണ പത്നിമാർ ഗൃഹപരമായ കർമ്മങ്ങളിൽ ആയിരിക്കും കൂടുതൽ പതിയെ പിന്തുണയ്ക്കുന്നത് എങ്കിൽ ഇവിടെ അതിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് കടന്നു എന്ന് ഭരണപരമായ കർമ്മത്തിലും എന്തിന് യുദ്ധത്തിൽ പോലും തൻ്റെ പതിയെ സഹായിക്കുവാൻ ദശരഥ പത്നി തയ്യാറായി. തൻ്റെ പതിയുടെ പ്രാണനെ അത്രയേറെ ശ്രദ്ധിച്ചിരുന്ന ആ അമ്മ തന്നെ പിന്നീട് ഏതൊരു പതിക്ക് വേണ്ടിയിട്ടാണോ തൻ്റെ പ്രാണനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് തകർന്ന് തരിപ്പണമാകുവാൻ സാധ്യതയുള്ള രഥത്തിന്റെ ചക്രത്തെ തൻ്റെ പെരുവിരൽ കൊണ്ട് സംരക്ഷിച്ചു നിർത്തിയത് ആ അമ്മ തന്നെ തൻ്റെ നാവൊന്നുകൊണ്ട് മാത്രം ദശരഥ മഹാരാജാവിനെ മരണത്തിലേക്ക് എത്തിച്ചു. എന്തുകൊണ്ട്? 4 പുത്രന്മാരുണ്ടായിരുന്നു. പ്രഥമ പുത്രന്റെ മാതാവായ കൗസല്യ. ദശരഥ മഹാരാജാവിന്റെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വന്നത് കൗസല്യായിരുന്നു. കൗസല്യയ്ക്ക് ദശരഥൻ കഴിഞ്ഞേ ഉള്ളൂ എന്തും. ആ കൗസല്യ പോലും മരണസമയത്തിലേക്ക് എത്തപ്പെടുമ്പോൾ പരിഭവത്താലും സങ്കടത്താലും നീറുകയായിരുന്നു, പുകയുകയായിരുന്നു. തന്മൂലം പതിയെ ശ്രദ്ധിക്കുന്നതിൽ എത്രത്തോളം ശുഷ്കാന്തി കാട്ടി എന്നത് ചിന്തനീയം. മറ്റൊരു ധർമ്മപത്നിയായ സുമിത്രയാകട്ടെ ആ അമ്മയുടെ കൊട്ടാരത്തിലായിരുന്നു താനും. നോക്കൂ, കൈകേയി തൻ്റെ ആഗ്രഹം രാജാവ് തൃണവൽഗണിക്കുന്നു, താൻ പ്രതീക്ഷിച്ച മറുപടി നൽകുന്നില്ല എന്ന് വന്നതോടുകൂടി കോപാകുലിയാകുമ്പോൾ ഇനിയും ഇവിടെ ഭവനത്തിലിരുന്നാൽ താൻ നൊന്ത് നീറി ഭസ്മമാകേണ്ടി വരും എന്ന ബോധ്യം വരുന്ന ദശരഥൻ മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നു തന്നെ കൗസല്യയുടെ ഗൃഹത്തിലേക്ക് എത്തിക്കുവാൻ. അപ്പോൾ അവിടെ കൈകേയിയുടെ സാന്നിധ്യവും അതിലൂടെ നഷ്ടമാകുന്നു. ചുരുക്കത്തിൽ പ്രാണനെ ഉപേക്ഷിക്കാൻ സമയമായപ്പോഴേക്കും, പരലോകത്തിലേക്ക് മടങ്ങാനുള്ള സമയം സമാഗമമായപ്പോൾ ഒരു സാന്ത്വനമായോ സ്നേഹസ്മരണമായ ഒരു സ്പർശനത്താലോ തലോടലാലോ അദ്ദേഹത്തിന് അല്പമെങ്കിലും മനഃശാന്തിയേകുവാൻ 3 പത്നിമാരുണ്ടായിട്ടും ഒരു പത്നി പോലും അരികിലില്ലാതായി. എന്തുകൊണ്ട്? ചോദ്യം 2. ഇനിയോ, കെങ്കേമന്മാരായ 4 പുത്രന്മാർ, ആർജവത്തിന്റെയും ഓജസ്സിന്റെയും വീര്യത്തിന്റെയും ധർമ്മബോധത്തിന്റെയും മൂർത്തിമദ്ഭാവങ്ങളായ 4 സന്തതികൾ. 4 സന്തതികൾ ഉണ്ടായിട്ടും ഒരു സന്തതി പോലും അന്ത്യശ്വാസം വലിക്കുന്ന വേളയിൽ ദശരഥന്റെ അരികിലിരുന്ന് അല്ലയോ എൻ്റെ അച്ഛ, എൻ്റെ പിതാവേ എന്നൊന്ന് വിളിക്കുവാനോ ഒരു സാന്ത്വനം നൽകുവാനോ ഒരിറ്റ് വെള്ളം കൊടുക്കുവാനോ ആരും അരികിലില്ലായിരുന്നു. ചോദ്യം 3. എന്തുകൊണ്ട്? അച്ഛ 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 എന്ന് നായികയ്ക്ക് 40 വട്ടം പറയുന്നവനും അച്ഛൻ്റെ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ വെക്കുന്നവനുമായ കൗസല്യാതനയനായ ശ്രീരാമചന്ദ്രൻ ആ രാജ്യത്ത് പോലും ഇല്ലായിരുന്നു. ഒപ്പം ലക്ഷ്മണനും. നോക്കൂ, ഭരതനും ശത്രുഘ്നനും ആ രാജ്യത്തെ ഇല്ലായിരുന്നു. ചുരുക്കത്തിൽ അയോധ്യ എന്ന രാജ്യത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ 4 പുത്രന്മാരും മാറേണ്ടി വന്നു ദശരഥന്റെ അന്ത്യകാലത്തിൽ. ഈ തലം ഇന്ന് നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? പല ഭവനങ്ങളിലും ആവോളം സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, ഐശ്വര്യത്തിന് ഒരു കുറവുമില്ല. ഭാര്യയുണ്ട്, സന്തതിയുണ്ട്, സ്വത്ത് സമ്പത്ത് ആവോളമുണ്ട്, ബാങ്കിൽ ബാലൻസ് ക്രമത്തിലധികമായിട്ടുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ശാന്തിയും സമാധാനവും സ്നേഹമിശ്രണമായ പരിചരണം പോലും ലഭിക്കാതെ, ഒരു സ്വാന്തനം പകരുന്ന ഒരു വാക്കുപോലും കേൾക്കുവാൻ കൊതിച്ചുകൊണ്ട്
കിട്ടാക്കനിയായി നൊന്തു നേറുന്ന അനേകം അച്ഛന്മാരും അമ്മമാരും ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. മക്കളൊക്കെ ദൂരദേശങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ എഞ്ചിനീയറായും ഡോക്ടറായും പല രീതിയിൽ വർത്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടങ്ങളിൽ താൻ ആർക്കു വേണ്ടിയിട്ടാണോ പെടാപ്പാടുപെട്ട് പോറ്റി വളർത്തിയത് അവരെ ആവോളം സമ്പത്തൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അവരെ കുറ്റപ്പെടുത്താനൊന്നും കഴിയുകയില്ല. എങ്കിലും താൻ എന്തിനു വേണ്ടിയിട്ടാണോ തൻ്റെ സന്തതിയെ സ്വയം പ്രാപ്തിയിലേക്ക് എത്തിച്ചത് അത് കേവലം സമ്പത്തിൽ മാത്രം ഒതുങ്ങുന്നു. മാനുഷികപരമായ യാതൊരു പിന്തുണയും ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരു മാതാവിന് ലഭിക്കേണ്ട പിന്തുണ പലർക്കും ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് ദശരഥനും നമ്മളുമായിട്ടുള്ള ബന്ധം. ദശരഥന് ജീവിതത്തിലേക്ക് ഈ ഒരവസ്ഥ വരുവാൻ കാരണങ്ങൾ എന്താണ് എന്നത് ചോദ്യത്തിൻ്റെ 4ാമത്തെ തലമാണ്. അനേകം കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങളുണ്ട്. അവിടേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു സാഹചര്യം എത്തുന്നു എങ്കിൽ, സംഭവിക്കാൻ പോകുന്നു എങ്കിൽ അതെന്തുകൊണ്ടാണ്, എന്താണ് അതിന് മറുമാർഗം എന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾക്കൊന്ന് അറിയുവാൻ ശ്രമിക്കാം. പ്രിയമിത്രങ്ങളോട് ഒരു എളിയ അപേക്ഷയുണ്ട്. പ്രിയമിത്രങ്ങൾ പലരും വീഡിയോ കണ്ടിട്ട് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ ലൈക്കും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നു. അതിന് ഒരു ശമനമുണ്ടാകണം. നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും നിർദ്ദേശങ്ങളും യൂട്യൂബിൽ നേരിട്ട് തന്നെ രേഖപ്പെടുത്തണം. അതായിരിക്കും ഏറ്റവും ഉത്തമം. ഒരാൾ അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രചോദനമായിരിക്കും. ഇന്നുവരെ ഇത്തരത്തിലൊരു ആവശ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരാൾ ഉന്നയിക്കുന്ന ഒരു സംശയം മറ്റു പലർക്കും ഗുണപ്രദമായി മാറും, അത് യൂട്യൂബിലൂടെയൊക്കെ ആകുമ്പോൾ. ആയതിനാൽ അക്കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണമേ എന്നും, നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്നതായിരിക്കും. എങ്കിലും അതിനുത്തരവുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ പ്രിയമിത്രങ്ങളെ, നിങ്ങൾക്കേവർക്കും സർവ്വ ഐശ്വര്യദാതാവായ രാമേന്ദ്ര സ്വാമിയുടെ കൃപാകടാക്ഷം അനവരതം ലഭിക്കട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് അമൃതം ഗോപാലകൃഷ്ണൻ എന്ന എളിയവന്റെ പ്രണാമം. ഹരിയും.